എ.കെ. ആന്റണിയെ പുകഴ്ത്തി കേന്ദ്രമന്ത്രി വി. മുരളീധരൻ. അനിൽ ആന്റണി ബിജെപിയിലേക്ക് വരുന്നതിന് മുൻപും ശേഷവും ആന്റണിക്ക് എല്ലാ ബഹുമാനവും നൽകിയിട്ടുണ്ട്. അഴിമതിയുടെ കറപുരളാത്ത നേതാവാണ് എ.കെ. ആന്റണി. ആദർശധീരനാണ് അദ്ദേഹം. കെ. സുധാകരന്റെ സൈബർ സംഘമാണ് എ.കെ. ആന്റണിയെ ആക്രമിക്കുന്നത്. കോൺഗ്രസിൽ നിന്നും നിരവധി നേതാക്കന്മാർ ബിജെപിയിലേക്ക് വരികയാണ്. ഇതിന് കാരണം അനിൽ ആന്റണി പറഞ്ഞ അതേ വാക്കുകളാണ്. രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ടവർ ഒരു കുടുംബത്തിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഇതിൽ അതൃപ്തിയുള്ളവരാണ് ബിജെപിയിലേക്ക് വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അനിൽ ആന്റണി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJP ചേർന്നപ്പെടും. ഞങ്ങൾ എ.കെ. ആന്റണിയെക്കുറിച്ച് ഒരു ചീത്ത വാക്കും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അദ്ദേഹത്തെ അന്നും ഇന്നും ഒരേപോലെ ബഹുമാനിക്കുന്നു. ഇനിയാന്ന് അനിൽ ആന്റണി വന്നു. ഇന്നലെ ആന്ധ്രാപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കിരൺ റെഡ്ഡി വന്നു. ഇന്ന് C. രാജഗോപാലാചാരിയുടെ ചെറുമകനായിട്ടുള്ള കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ വക്താവായിട്ടുള്ള C.R. കേശവൻ വന്നു. ദക്ഷിണേന്ത്യയിൽ ഇതുപോലെയുള്ള നിരവധി നേതാക്കന്മാർ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം ശ്രീ അനിൽ ആന്റണി പറഞ്ഞ കാരണമാണ്. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ്സിലെ പല നേതാക്കന്മാരും ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതാണ് അവരുടെ ധർമ്മം എന്ന് കരുതുമ്പോൾ ഞാൻ എൻ്റെ ധർമ്മമായിട്ട് കണക്കാക്കുന്നത് ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഒരു കുടുംബത്തിന് വേണ്ടിയല്ല പ്രവർത്തിക്കേണ്ടത്, പകരം നാടിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് തോന്നുകയാണെങ്കിൽ അതിൽ BJP അല്ല കുറ്റവാളി. അതിന് ഉത്തരവാദികൾ കോൺഗ്രസിനെ ഈ സ്ഥിതിയിലെത്തിച്ച ആളുകളാണ്.